സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിനെതിരായ നിയമപോരാട്ടം തുടരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. എന്നാൽ പോലീസിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പ്രവർത്തിക്കാനാകില്ലെന്നും സെൻകുമാർ വ്യക്തമാക്കി. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് വ്യക്തമാക്കിയാണ് ടി.പി. സെൻകുമാർ പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്തത്. ചുമതലയേറ്റെടുക്കും മുമ്പ് താൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അദ്ദേഹത്തിന് അനുയോജ്യമായ സമയത്ത് നേരിൽ കാണുമെന്നും സെൻകുമാർ വ്യക്തമാക്കി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാനായിട്ട് എൻ്റെ ശ്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള കൺഫ്രണ്ടേഷൻ. പോലീസ് ജനങ്ങളുടെ മുന്നിൽ നന്നായി പ്രവർത്തിക്കണമെന്നും സ്ത്രീ സുരക്ഷയും ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾക്കുമാവും തന്റെ മുൻഗണനയെന്നും സെൻകുമാർ അറിയിച്ചു. സർക്കാരിനെതിരെ നിയമ നടപടി തുടരുമോ എന്ന കാര്യത്തിൽ സെൻകുമാർ നിലപാട് വ്യക്തമാക്കിയില്ല. എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി പ്രവർത്തിക്കാൻ പോലീസിനാവില്ലെന്ന് വ്യക്തമാക്കിയത് അർദ്ധഗർഭമായി മാറി. UAPA കാപ്പ കേസുകളിൽ സർക്കാർ നിലപാട് തുടരുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പോലീസ് നടപ്പാക്കുന്നത് ഏതായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സർക്കാർ നയമായിരിക്കുമോ എന്നതാണ്. സർക്കാർ നിയമപരമല്ലാത്തത് ഉണ്ടാകുമോ? കഴിഞ്ഞ 11 മാസത്തെ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് മാർക്കിടേണ്ടയാൾ താനല്ലല്ലോ എന്ന മറുചോദ്യം കൊണ്ടാണ് സെൻകുമാർ നേരിട്ടത്. ഉച്ചയോടെയാണ് സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. IMG ഡയറക്ടറുടെ ചുമതല പൊതുഭരണ സെക്രട്ടറി സത്യജിത് രാജിന് കൈമാറി. ഉദ്യോഗസ്ഥരോട് യാത്ര പറഞ്ഞതിനു ശേഷം PTP നഗറിലെ വീട്ടിൽ നിന്നും ഔദ്യോഗിക വേഷത്തിൽ പോലീസ് ആസ്ഥാനത്ത് വന്നിറങ്ങി. DGPയായി പോലീസ് ആസ്ഥാനത്ത് വീണ്ടും എത്തിയ സെൻകുമാറിനെ ആചാര ചടങ്ങുകളോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ബെഹ്റയിൽ നിന്നും ബാറ്റൺ ഏറ്റുവാങ്ങാതെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചാണ് സെൻകുമാർ ചുമതല ഏറ്റെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ ADGPയായി ടോമൻ തച്ചങ്കരിയും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെൻകുമാർ വിഷയത്തിൽ സുപ്രീംകോടതി വിധിയാണ് നടപ്പാക്കിയതെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് സർക്കാർ സമയമെടുത്തതെന്നും സുപ്രീംകോടതി വിധി ആരുടെയെങ്കിലും വിജയമോ പരാജയമോ അല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിലപാട് അന്തിമമായിരിക്കും. അപ്പോൾ ആ അന്തിമ നിലപാടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സുപ്രീംകോടതിയോട് തന്നെ ചോദിക്കണം എന്ന് നിയമോപദേശമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള ക്ലാരിഫിക്കേഷനാണ് ചോദിച്ചത്. അതിൽ സുപ്രീം കോടതി അത്തരം സംശയങ്ങളൊന്നും നിലനിൽക്കത്തക്കതല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനെപ്പറ്റി അഭിപ്രായം കാണും. ആ അഭിപ്രായത്തിലേക്ക് പോകേണ്ടതില്ല. അന്തിമ നിലപാട് സ്വീകരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നലെ തന്നെ ഓർഡർ കൊടുത്തത്. കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ഗവൺമെൻറ് സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അപാകതയൊന്നുമില്ല. കൂടുതൽ വ്യക്തത വരുത്തി ചെയ്യുന്നതാണല്ലോ ഏത് കാര്യത്തിനും നല്ലത്. മഹാരാജാസ് സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് FIR-ലെ കാര്യങ്ങൾ തന്നെയെന്ന് തെളിഞ്ഞു. നാടൻ ബോംബും വടിവാളും കണ്ടെടുത്തിട്ടില്ലെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. പുറത്തുനിന്നുള്ളവരാണ് ആയുധം മുറിയിൽ വെച്ചതെന്നുമാണ് പോലീസ് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ CI അനന്തലാലിന്റെ റിപ്പോർട്ട് പുറത്ത്. നാടൻ ബോംബും വടിവാളും ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഹാരാജാസ് ക്യാമ്പസിൽ നിന്ന് നാടൻ ബോംബും വടിവാളും കണ്ടെത്തിയെന്നായിരുന്നു PT തോമസ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചത്. പ്രസംഗം ഇങ്ങനെ: മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ പ്രവർത്തനരഹിതമായതുകൊണ്ട് കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ മാരകായുധങ്ങൾ കണ്ടെടുത്തു. അതിന്റെ പത്രവാർത്തയും വടിവാളിന്റെ പടവുമാണ് എന്റെ കയ്യിലിരിക്കുന്നു. ഇതിനു മറുപടിയായി കണ്ടെടുത്ത വസ്തുക്കൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി. FIR അനുസരിച്ചായിരുന്നു മറുപടി. ഇവിടെ ഉണ്ടായിരുന്ന വാർക്കക്കമ്പി, പലക കഷ്ണം, റബ്ബർ പിടിയോടുള്ള പൈപ്പ്, തുണി ചുറ്റിയ പൈപ്പ്, വെട്ടുകത്തി, ഏണി എന്നിവയാണ് കണ്ടെത്തിയത്. ഇനി FIR-ന്റെ പകർപ്പ് കാണുക. പ്രസംഗത്തിലുള്ള അതേ കാര്യങ്ങൾ. സഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം ഇതോടെ പൊളിയുന്നു. പുറത്തുനിന്നെത്തിയവരാണ് ആയുധങ്ങൾ റൂമിൽ വെച്ചതെന്ന സെൻട്രൽ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാലിന്റെ റിപ്പോർട്ടും പുറത്തു വന്നു. വിദ്യാർത്ഥികൾ ഏപ്രിൽ 30 തന്നെ റൂം വിട്ടുപോയിരുന്നു. വിദ്യാർത്ഥികൾ പോയതിനു ശേഷം മറ്റാരോ ആയുധങ്ങൾ കൊണ്ടുവച്ചതാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തം. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP-യെ പ്രശംസിച്ച ഖമറുന്നിസ അൻവറിനെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ക്ഷമാപണം നടത്തിയതിനാൽ നടപടി വേണ്ടെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മുൻ നിലപാട് മാറ്റാതിരുന്നതിനാലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അഡ്വക്കേറ്റ് KP മറിയുമ്മയ്ക്കാണ് പകരം ചുമതല.
BJP തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ പണപ്പിരിവ് ഉദ്ഘാടനം ചെയ്താണ് വനിതാ ലീഗ് അധ്യക്ഷ കമറുന്നിസ അൻവർ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയത്. കമറുന്നിസ മാപ്പ് ചോദിച്ചതോടെ നേതാക്കൾ നടപടി വേണ്ടെന്ന തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ മാപ്പപേക്ഷ നൽകിയിട്ടും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നേതൃത്വത്തിന് വീണ്ടും പരാതി ലഭിച്ചു. ഇതേ തുടർന്നാണ് വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കമറുന്നിസയെ മാറ്റിയത്. പലരുമായി ബന്ധപ്പെട്ടും അവർ നടത്തിയിട്ടുള്ള സംസാരത്തിൽ അവർ അങ്ങനെ ഒരു പിഴ പറ്റി എന്നല്ല, അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു എന്ന രീതിയിലുള്ള സംസാരമുണ്ടായത്. അങ്ങനെ സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് സ്റ്റേറ്റ് പ്രസിഡന്റിന് ഇന്ന് സമർപ്പിച്ചു. അതിനനുസരിച്ചുള്ള പരാതികളും പാർട്ടി ഘടകത്തുനിന്ന് വന്നു. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവർ അത് തിരുത്തിയിട്ടില്ല എന്നതിൻ്റെ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കാൻ എന്ന് തങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ പരാമർശിച്ചെങ്കിൽ അവരാ കാര്യങ്ങൾ പറയേണ്ടതാണ്. അതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ മുതിർന്ന നേതാവിന്റെ അനുമതിയോടെയാണ് പങ്കെടുത്തതെന്നാണ് കമറുന്നീസയുടെ വിശദീകരണം. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. ബിജെപിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ, അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാണ് അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. അഡ്വക്കേറ്റ് KP മറിയുമ്മക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മുസ്ലിം ലീഗ് വർഗീയ കക്ഷികൾക്ക് കീഴടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കണക്കിന് പോയാൽ BJPയുടെ അടുത്ത ഫണ്ട് വിതരണ ഉദ്ഘാടനം പാണക്കാട് തങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും കോടിയേരി പറഞ്ഞു. RSS നിയന്ത്രിക്കുന്ന BJP രാജ്യത്ത് മേധാവിത്വം സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഇതിനെ കീഴ്പ്പെടുക മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്ത ചില വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ, വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് BJPയുടെ പ്രവർത്തന ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ നിലയിൽ പോയാൽ അടുത്ത വർഷമാകുമ്പോൾ BJPയുടെ പ്രവർത്തന ഫണ്ട് പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നാട്ടിലുണ്ടാവും. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിർത്തി മാണി കോൺഗ്രസിൽ ഭിന്നത. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് വിഭാഗം. തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും UDF-നൊപ്പം നിൽക്കണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെന്നും PJ ജോസഫ് പറഞ്ഞു. കലുഷിതമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ 2 ദിനം കൂടി മുൾമുനയിൽ നിർത്തുന്ന നിലപാടാണ് PJ ജോസഫ് ഇന്ന് സ്വീകരിച്ചത്. പാർട്ടിക്കുള്ളിൽ KM മാണിയും മകൻ ജോസ് കെ മാണിയും സ്വീകരിക്കുന്ന നിലപാടുകളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ജോസഫ് പങ്കുവെക്കുന്നത്. പാർട്ടി തീരുമാനങ്ങൾക്ക് ഏകസ്വരമെന്ന KM മാണിയുടെ വാദം തള്ളിയാണ് ചില കാര്യങ്ങളിൽ അസംതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് തുറന്നടിക്കുന്നത്. അല്ല, ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് UDF വിടാനുള്ള തീരുമാനം മുതൽ കോട്ടയം സംഭവം വരെയുള്ള വിഷയങ്ങളിലെ അതൃപ്തിയാണ് ഇന്നലെ KM മാണി വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് PJയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് PJ ജോസഫ് വിഭാഗം തുറന്നു പറയും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഇത്തരത്തിൽ വന്ന ചില ഈ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. പക്ഷെ പാർട്ടിയിൽ ഭിന്നതയൊന്നും അതിന്റെ പേരിലില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് പാർട്ടിപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ബാക്കി ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. ജോസ് കെ മാണിയുടെ അപ്രമാണിത്വം അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാട് തന്നെയാകും യോഗത്തിൽ PJ വിഭാഗം സ്വീകരിക്കുക. ഇതിനിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുമായി PJ സംസാരിച്ചു. ഇതാണ് UDF-ലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം പിന്നീടെന്ന ജോസഫിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കടുത്ത വരൾച്ചയിൽ ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വയനാട്ടിലെ ചെറുകിട ക്ഷീരസംഘങ്ങൾ. ബത്തേരിയിലെ വയനാട് മിൽക്ക് വരൾച്ചാ സഹായമായി തങ്ങളുടെ കർഷകർക്ക് വിതരണം ചെയ്തത് 174 ലക്ഷം രൂപയാണ്. സുസ്ഥിര ക്ഷീരവികസനത്തിനായി തീറ്റപ്പുൽ കൃഷിയിലേക്ക് ഉൾപ്പെടെ ഇത്തരം ക്ഷീരസംഘങ്ങൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. ഇത്തവണത്തെ കടുത്ത വേനൽ വയനാട്ടിലെ ക്ഷീരോത്പാദനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ഭാവനാപൂർണമായ പദ്ധതികൾ കൊണ്ട് ക്ഷീരമേഖലയ്ക്ക് കരുത്തു പകരുകയാണ് സുൽത്താൻ ബത്തേരി പാൽ വിതരണ സഹകരണ സംഘം.
90 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം സംഘത്തിന് കീഴിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും വേനൽക്കാല ആശ്വാസമായി വിതരണം ചെയ്തതെങ്കിൽ ഇത്തവണ കടുത്ത വേനലിനെ കണക്കിലെടുത്ത് മറ്റു പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് 145 ലക്ഷം രൂപ വിതരണം ചെയ്തു. പശുക്കൾക്ക് ഇൻഷുറൻസ് മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു. സുസ്ഥിര ക്ഷീരവികസനം ലക്ഷ്യമാക്കി വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണിവർ. സംഘം പ്രസിഡന്റ് കെ പൗലോസ്. വീണ്ടും ഈ 145 ലക്ഷം രൂപ കൊണ്ട് മാത്രം കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നില്ല. ഇനി കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി സൊസൈറ്റിക്ക് കീഴിൽ ഇപ്പോൾ നമുക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പച്ചപ്പുല്ല് കൃഷി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പുല്ല് നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം കൂടി നമ്മുടെ സ്വന്തമായ സ്ഥലമാണ്. 3 ഏക്കർ സ്ഥലം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നമ്മളിപ്പോൾ പച്ചപ്പുല്ല് നട്ടുപിടിപ്പിച്ച് കൃഷിക്കാർക്ക് കഴിയുന്ന രൂപത്തിലേക്ക്, അതുകൊണ്ട് തികഞ്ഞിട്ടല്ല എന്നാൽ പോലും കൃഷിക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംഘം തുടക്കം കുറിച്ചിരുന്നു. തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുവാനും ഇതര ക്ഷീരകർഷക ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. കടുത്ത വേനൽ പിന്നിടുമ്പോഴും നിലവിൽ 27,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഘം. വരൾച്ചയിൽ ജില്ലയിലെ മറ്റു മേഖലകളിൽ ക്ഷീരോത്പാദനം കാര്യമായി കുറഞ്ഞുവെങ്കിലും ബത്തേരി പിടിച്ചുനിന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. വർണ്ണാഭമായ ചടങ്ങുകളോടെ തൃശൂർ പൂരത്തിന് സമാപനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ട പൂരത്തിന് കൊടിയിറങ്ങിയത്. അടുത്ത വർഷം ഏപ്രിൽ 25-നാണ് പൂരം. പതിനഞ്ച് വീതം ഗജവീരന്മാരുടെ അകമ്പടിയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ എഴുന്നള്ളിയതോടെയാണ് പകൽപൂരത്തിന് തുടക്കമായത്. തുടർന്ന് പാണ്ടിമേളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കുടമാറ്റം. തിടമ്പേറ്റിയ ഗജവീരന്മാർ വടക്കുംനാഥനെ വണങ്ങി തിരിച്ചിറങ്ങിയ ശേഷം മുഖാമുഖം നിന്നു. പിന്നീട് ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂലസ്ഥാനത്ത് നിന്ന് അടുത്ത പൂരത്തിന് കാണാമെന്ന വാക്കോടെ വിടവാങ്ങി. ഉപചാരം ചൊല്ലലിന് പിറകെയുള്ള പകൽ വെടിക്കെട്ടോടുകൂടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപ്തിയായി. ഇനി അടുത്ത മേടമാസം വരെയുള്ള കാത്തിരിപ്പാണ് പൂരപ്രേമികൾക്ക്. പൂരനഗരിയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. സാംസങ് ഗാലക്സി സീരീസിലെ പുതിയ മോഡലുകളായ ഗാലക്സ് S8, S8+ എന്നിവയുടെ ലോഞ്ചിംഗ് കോഴിക്കോട് 3G മൊബൈൽ വേൾഡിന്റെ ഹൈലൈറ്റ് മോൾ ഷോറൂമിൽ നടന്നു. ഫുട്ബോൾ താരം മുഹമ്മദ് റാഫിയാണ് ഫോണുകളുടെ വിപണന ഉദ്ഘാടനം നിർവഹിച്ചത്. സാംസങ് സോണൽ മാനേജർ സജീഷ് ജോസ്, നിർമ്മൽ അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ കെ ബാലകൃഷ്ണൻ, RG വിഷ്ണു, 3G മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീസ് CR, ഓപ്പറേഷൻസ് ജനറൽ മാനേജർ നദീർ CKV തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ 50ഓളം ഷോറൂമുകളാണ് 3G മൊബൈൽ വേൾഡിനുള്ളത്. 2019ഓടെ കേരളത്തിലെ ഷോറൂമുകളുടെ എണ്ണം 100ആക്കി ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അമേരിക്കയിൽ മലയാളി വെടിയേറ്റ് മരിച്ചു. ഡിട്രോയിറ്റിൽ താമസിക്കുന്ന ഡോക്ടർ നരേന്ദ്രകുമാറിന്റെ മകൻ ഡോക്ടർ രമേശാണ് മരിച്ചത്. ഹെൻഡിഫോർഡ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു രമേശ്. ബുധനാഴ്ച മുതൽ രമേശ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഹൈവേയിലുള്ള ഒരു റെസ്റ്റ് ഏരിയയിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം റെസിഡൻസി ചെയ്യുകയായിരുന്നു ഇവിടെ. ഡോക്ടർ നരേന്ദ്രകുമാറിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഇന്ത്യ പ്രസ് ക്ലബിന് വേണ്ടി നാഷണൽ പ്രസിഡന്റ് ശിവൻ മുഹമ്മ അറിയിച്ചു. നാടിന് നന്മയുടെ സന്ദേശം നൽകി മാതൃകയാവുകയാണ് പാലക്കാട് കല്ലടിക്കോട് സ്റ്റേഷനിലെ SI CR രാജേഷ് കുമാർ. ജലാശയങ്ങളിൽ ജീവൻ പൊലിയാതിരിക്കാൻ സ്റ്റേഷൻ പരിധിയിലെ കുട്ടികളെ അവധിക്കാലത്ത് നീന്തൽ പരിശീലിപ്പിച്ചാണ് SI നാട്ടുകാരുടെ പ്രിയങ്കരനാകുന്നത്. തുപ്പനാട് പുഴയിൽ രാവിലെ 8:30 SI CR രാജേഷ് കുമാറിനൊപ്പം എത്തുന്ന കുട്ടികൾക്ക് ഒരു ലക്ഷ്യമേയുള്ളൂ: ഈ വേനലവധിക്കാലത്ത് നീന്തൽ പഠിക്കണം. SI ആവിഷ്കരിച്ച നീന്തൽ പരിശീലനത്തിന് നാട്ടുകാരുടെ വലിയ പിന്തുണയുണ്ട്. 18 കുട്ടികളാണ് ആദ്യ ദിനം എത്തിയതെങ്കിൽ 3-ാം ദിവസം 26 പേർ നീന്തൽ പഠിക്കാനെത്തി. 1.5 മണിക്കൂർ നീളുന്ന പരിശീലനം ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാണ് പദ്ധതി. ഫയർഫോഴ്സ് സർവീസിലെ അനുഭവമാണ് ഇത്തരമൊരാശയത്തിന് വഴിയൊരുക്കിയതെന്ന് രാജേഷ് കുമാർ പറഞ്ഞു. ഞാൻ ഫയർഫോഴ്സിൽ 6 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. ഒത്തിരി അപകട സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാണുന്ന അപകടങ്ങളുടെ എല്ലാം ഒരു പ്രാഥമികമായ രീതി എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്റർ 3.5 മീറ്ററിനുള്ളിലാണ് കുട്ടികൾ വെള്ളത്തിലാവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 10 മീറ്റർ ആത്മവിശ്വാസത്തോടെ നീന്താനുള്ള ഒരു
പ്രായോഗിക പരിജ്ഞാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂൾ ഒഴിവാക്കി ഈ പുഴയിൽ വന്നത്. വെള്ളത്തെ പേടിക്കാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വിദ്യയാണ് രാജേഷ് കുമാറിന്റെ ആദ്യ സ്റ്റെപ്പ്. പുഴയെ ഭയപ്പെട്ട കുട്ടികൾ അവധിക്കാലത്ത് നീന്തൽ പഠിച്ചതിന്റെ ആവേശത്തിലാണ്. ആദ്യം എനിക്ക് പേടിയായിരുന്നു, പിന്നെ വന്നപ്പോൾ കുറച്ച് മാറി. ഇവിടെ വന്ന സാറിന്റെ കീഴിൽ ഞാൻ നീന്തൽ പഠിച്ചു. എനിക്ക് ആദ്യം പേടിയായിരുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ, മുങ്ങി പോവോ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ട്. പുഴകളും കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് പകർന്നു നൽകുക കൂടിയാണ് ഈ വെള്ളത്തിലെ കളിയിലൂടെ രാജേഷ് കുമാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.